May I request the Honorable Chief Minister Kerala, Sri Pinarayi Vijayanji, to make his address. വളരെ സന്തോഷത്തോടെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കാരണം ആലപ്പുഴ ജില്ലയിലുള്ളവർക്ക് മാത്രമല്ല, ആലപ്പുഴ സന്ദർശിക്കുന്നവർക്കും ആലപ്പുഴയിലൂടെ കടന്നു പോകുന്നവർക്കുമെല്ലാം അഭിമാനം പകരുന്ന ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിൽ സന്തുഷ്ടരാണ്. ഏകദേശം അരനൂറ്റാണ്ട് കാലമാണ് ഈ ഒരു പദ്ധതിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന അവസ്ഥ വന്നത്. ഇപ്പോൾ അത് പൂർത്തിയാകുന്നു എന്നതിൽ സന്തോഷം കുറച്ച് ഇരട്ടിക്കുകയും ചെയ്യുക. നമ്മുടെ കൂടെ തൊട്ടു മുൻപ് സംസാരിച്ച കേന്ദ്രമന്ത്രി കൂടി ഉള്ളതുകൊണ്ട് അല്പം ഒരു മൊഴിമാറ്റം ഞാൻ നടത്തുകയാണ്. At the outset, let me acknowledge the presence of Nitin Gadkari ji. The Government of Kerala and Government of India have been able to work together effectively on various developmental initiatives. The inauguration of this bypass in Alappuzha is yet another example of how cooperative federalism can make a marked difference in the lives of our people. A quick and safe transportation system is an absolute necessity for any modern society. Essential infrastructure such as roads and bridges pave the foundation for industrial development, thus functioning as drivers of the economy. Over the last 4.5 years, Kerala has made significant strides in ensuring basic infrastructure, especially in terms of highway development. National highways, coastal highway, and hill highway are examples of the same. Our commitment to efficient mass transportation systems is evident in the completion of Kannur Airport, development of Kochi Metro, Kochi Water Metro, national waterways, state highways and district roads as well. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ 1970കളിലാണ് ആലപ്പുഴ ബൈപ്പാസിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. 1990 ഡിസംബറിലാണ് ബൈപ്പാസിൻ്റെ ഒന്നാം ഘട്ടത്തിന് തറക്കല്ലിട്ടത്. 17 കോടിയായിരുന്നു അന്നത്തെ എസ്റ്റിമേറ്റ്. എന്നാൽ ഇന്ന് 348 കോടി രൂപ ചെലവിലാണ് ഈ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 174 കോടി രൂപ വീതം ചെലവഴിച്ചു. പൂർണ്ണമായും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പാണ് ഇതിൻ്റെ നിർമ്മാണം നിർവഹിച്ചത്. എത്ര വലിയ പദ്ധതിയും മനോഹരമായി നിർമ്മിക്കാൻ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് സജ്ജമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ഈ പദ്ധതി. ബഹുമാനായ ഗഡ്കരിജി ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ പദ്ധതികൾ എന്ന നിലക്ക് മുന്നോട്ട് വച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളിലും അങ്ങേയറ്റം താല്പര്യത്തോടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാവുന്നതാണ്. എന്നാൽ ഒരു പദ്ധതി അദ്ദേഹം വിട്ടുപോയിട്ടുണ്ട്. അത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ റിംഗ് റോഡുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. നാം തമ്മിൽ നേരത്തെ സംസാരിച്ചതാണ്. വലിയ സഹായം കേന്ദ്രത്തിൽ നിന്ന് അതിനാവശ്യമുള്ളതാണ്. ആ പദ്ധതി അങ്ങ് ശ്രദ്ധിക്കുകയും ഉൾപ്പെടുത്തുകയും ചെയ്യാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാവുന്നതാണ്. എന്നാൽ ഒരു പദ്ധതി അദ്ദേഹം വിട്ടുപോയിട്ടുണ്ട്. അത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ റിംഗ് റോഡുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. നാം തമ്മിൽ നേരത്തെ സംസാരിച്ചതാണ്. വലിയ സഹായം കേന്ദ്രത്തിൽ നിന്ന് അതിനാവശ്യമുള്ളതാണ്.
ആ പദ്ധതി അങ്ങ് ശ്രദ്ധിക്കുകയും ഉൾപ്പെടുത്തുകയും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധ വെക്കേണ്ടത് നടപടികളിലേക്ക് നീങ്ങാനാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, ചില പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഡൽഹിയിൽ നാം രണ്ടു കൂട്ടരും ഇരിക്കുന്നത് നല്ലതാണ്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ. അത് നല്ല നിർദ്ദേശം തന്നെയാണ്. ഈ കോവിഡിൻ്റെ ഘട്ടമായതുകൊണ്ട് യാത്ര വളരെ പരിമിതപ്പെട്ട് നിൽക്കുന്നതുകൊണ്ടാണ് അത് സാധ്യപ്രായമാകാതിരുന്നത്. നേരത്തെ അങ്ങ് നിർദ്ദേശം വെച്ചതാണ്, എനിക്കത് ഓർമ്മയുള്ളതാണ്. ആദ്യത്തെ വരവിൽ തന്നെ അങ്ങയുമായി സംസാരിക്കുമെന്ന് ഞാൻ പറഞ്ഞതാണ് അന്ന് തന്നെ. പക്ഷേ വരാൻ ഇതുവരെ കൂടിയില്ല എന്നുള്ളതാണ് വസ്തുത. അടുത്ത വരവിൽ അങ്ങയുമായി കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്. അങ്ങ് ഓർക്കുന്നുണ്ടാവും, കയറിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെയും മറ്റും കാര്യം, റബ്ബറിൻ്റെ കാര്യം ഈ റോഡ് നിർമ്മാണത്തിൽ ഉപയോഗിക്കാമെന്ന് നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ കേരളത്തിൻ്റെ പൊതുമരാമത്തിൻ്റെ അനുഭവത്തിൽ കയറും പ്ലാസ്റ്റിക്കും റബ്ബറും എല്ലാം ഉപയോഗിക്കുന്ന നിലയുണ്ട്. അത് വലിയ തോതിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്, വളരെ നല്ല കാര്യമാണ്. അത് നമുക്ക് ആലോചിച്ച് കൂടുതൽ നടപടികളിലേക്ക് നീങ്ങാവുന്നതാണ്. കയറിൽ നിൻ്റെ മറ്റ് വസ്തുക്കളിൽ നിന്ന് ധാരാളം കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന അവസ്ഥയുമുണ്ട്. അതും നമുക്ക് നല്ലതുപോലെ ഹാർഡായിട്ടുള്ള വളരെ കട്ടിയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. സാധാരണ കയർ പോലെയുള്ളതല്ല, നല്ല ഉറപ്പുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതും നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണ്. ഏതായാലും ഇപ്പോൾ നമ്മൾ ഏകദേശം 2:30 മണി സമയത്തേക്ക് പോവുകയാണ്. നമ്മുടെ രാജ്യം വളരെ വൈവിധ്യമുള്ളതാണല്ലോ. സാധാരണ നിലക്ക് കേരളത്തിൽ 1 മണിക്ക് ഒരു പരിപാടി സാധാരണ വെക്കാറില്ല. പക്ഷേ ഈ ഒരു പരിപാടിയുടെ പ്രാധാന്യം വെച്ചുകൊണ്ടാണ് 1 മണി എന്ന നില അങ്ങ് നിർദ്ദേശം വെച്ചപ്പോൾ അതിനോട് യോജിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായത്. ഏതായാലും സന്തോഷകരമായൊരു കാര്യത്തിൽ ഇത്രയും സമയം എടുത്തു. ഇനി വളരെ കൂടുതൽ സമയം ഞാനിതിന് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വൈവിധ്യത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മളും ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്, കേരളീയരായിട്ടുള്ളവർ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. നമ്മളീ ഒരു ശീലം വളരെ കൂടുതൽ സംസാരിക്കുന്ന ഒരു രീതിയാണ് എല്ലാ യോഗങ്ങളിലും. ഈ മറ്റു പലയിടങ്ങളിലുമുള്ള രീതി കുറച്ച് സംസാരിച്ച് ചിലർ സാന്നിധ്യം മാത്രമായി ഈ പരിപാടി വളരെ ചുരുക്കുക എന്നുള്ളതാണ് പൊതുവിൽ രാജ്യത്ത് നിന്ന് സ്വീകരിച്ചു വരുന്ന ഒരു രീതി. നമ്മളും യഥാർത്ഥത്തിൽ അത് അനുകരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളാകെ വളരെ വിശദമായി ഓരോരുത്തരും വളരെ കൂടുതലായി കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ യോഗങ്ങൾ നീണ്ടുപോകുന്നൊരവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊരു നമ്മളെ ശീലത്തിൽ നിന്ന് വ്യത്യാസമായി വരുമ്പോൾ നമുക്കൊരു വല്ലാത്ത അസ്വസ്ഥത തോന്നും. അതാണ് ഇവിടെ നേരത്തെ പ്രകടിപ്പിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അതിൽ അസ്വസ്ഥത ഉണ്ടാകേണ്ട കാര്യമില്ല. സാധാരണ നിലക്ക് പരിപാടിയിൽ എല്ലാവരും സംസാരിക്കണം എന്നില്ല, പരിപാടിയിൽ എത്തിപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ നമ്മളങ്ങനെ ഒരു രീതി സ്വീകരിക്കാറില്ല, അതുകൊണ്ടാണ് നമുക്ക് അസ്വസ്ഥത തോന്നുന്നത്. പിന്നെ ഇത്തരം പരിപാടികൾ പരസ്പര ചർച്ചയിലൂടെ നിശ്ചയിക്കുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് നേരത്തെ പൂർത്തിയാക്കിയ 2 മേൽപ്പാലങ്ങളാണ് വൈറ്റില കുണ്ടന്നൂർ. ഇപ്പോൾ ഈ ബൈപ്പാസും യാഥാർത്ഥ്യമാകുന്നു. അപ്പോൾ കൊല്ലം, ആലപ്പുഴ, കൊച്ചി എന്നിവിടങ്ങളിലായി 4 വൻകിട പാലങ്ങളാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് ഗതാഗത യോഗ്യമായത്. ഇതിനും പുറമെ കേരളത്തിൻ്റെ അടിസ്ഥാന വികസന മേഖലയിൽ പുത്തൻ ഏടുകൾ തീർത്തുകൊണ്ട് 12,691 കോടി രൂപയുടെ 7 പദ്ധതികൾക്ക് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, ഇടുക്കി എന്നിവിടങ്ങളിൽ തുടക്കം കുറിച്ചിട്ടുണ്ട്. കഴക്കൂട്ടം മുക്കോല ബൈപ്പാസിൻ്റെ 1ാം ഘട്ടം പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു. പാലാരിവട്ടം പാലം മെയ് മാസത്തിൽ നാടിന് സമർപ്പിക്കും. 100 വർഷം ഗ്യാരണ്ടിയുള്ള പാലമാണ് ഉദ്ദേശിക്കുന്നത്. ദേശീയപാത വികസന പദ്ധതിയും അർദ്ധ അതിവേഗ റെയിൽപാത പദ്ധതിയും പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ നാട് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അടിസ്ഥാന സൗകര്യ, സാമ്പത്തിക, വ്യാവസായിക, വാണിജ്യ വികസനത്തിനാവും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. ഐ ഡിക്ലെയർ ദിസ് bypass open along with the Honorable Minister, Union Minister Nitin Gadkari ji. Thank you. Nitin Gadkari ji. Thank you. Thank you, sir, for your kind words and opening the Alapura bypass for the traffic use. Now may I request Honorable Governor of Kerala, Sri Arif Muhammad Khan ji, to make his address.
Honorable Union Transport and Highways, Shri Nitin Gadkari ji, Honorable Chief Minister of Kerala, Shri Pinarayi Vijayan ji, Honorable Union Transport and Highways, Shri Nitin Gadkari ji, Honorable Chief Minister of Kerala, Shri Pinarayi Vijayan ji, Honorable Minister of State Road Transport and Highways, Dr. V.K. Singh ji, Honorable Minister of State Ministry of External Affairs and Parliamentary Affairs, Shri V.K. Muralidharan ji, Honorable Minister Food and Civil Supplies of Kerala, Shri P. Tilothaman ji, Honorable Minister of Finance, Dr. Isaac Thomas ji, Honorable PWD Minister, Shri G. Sudhakaran ji, Honorable Member of Parliament, LAP, Shri A.M. Arif, Honorable Members of Parliaments and Assembly, Shri Girdhar Aramane, Secretary, Shri Pranab Jyotinath, Secretary, Shri I.K. Pandey, Piriyapeta, Sahodari, Sahodaran Mare. My deep gratitude to Shri Nitin Gadkari ji for the invite for a two-lane with paved shoulders to the nation. It was reassuring to hear remarks of Shri Nitin Gadkari ji, which were full of empathy and concern for economic development of Kerala, and I am confident that with his support, the government of Shri Pinarayi Vijayan ji will set new records of development in Kerala. Let me compliment the initiatives and efforts of the Union Ministry of Road Transport and Highways to enlarge India's road network and to bring in a remarkable change in the quality of our roads. We all know the significance of construction roads and highways for economic development and progress of any country. An English historian once wrote that there is more pleasure to build castles in the air than on the ground. But that was a long ago. Now things have changed and history is being made by building roads and other essential infrastructure, which rewrites the history, geography, and economy of towns and cities. For decades, we had been seeing projects getting delayed for various reasons. Now we are fortunate to have Shri Nitin Gadkari ji, a dynamic minister at the helm of affairs, to translate those dream projects into reality. It was only just 2 months ago that we had proudly dedicated to the nation another stretch of highway in Kerala. The initiative taken by the government of Kerala, especially Chief Minister Shri Pinarayi Vijayan and Minister for Public Works Shri G. Sudhakaran, in clearing the impediments and ensuring the speed of the work, deserves special mention. The two-lane Elapura bypass, which has been dedicated to the nation, it can be a great boost to tourism in Kerala. The beauty of the construction also sets a benchmark in our minds
about the quality of roads. I am informed that works costing 52,005 crore are targeted for completion in Kerala by year 2024, and the increase in the speed that works costing 52,005 crore are targeted for completion in Kerala by year 2024, and the increase in the speed of construction compared to the period from 2014 to 2019 is remarkably high at nearly 7 times the speed. This too is history written by people with strong will and determination. Let me therefore congratulate all the people, including the workers, involved in the construction of this project. What comes to mind after knowing the efficiency with which these works are being completed is a line from Srimad Bhagavad Gita which says, Yoga karmasu kaushalam. That is, yoga is nothing but excellence in action. This verse exhorts us to perform our allotted duty with efficiency and in a proficient manner. And this beautiful highway is a living testament of how the projects of development can become a reality if we have necessary commitment and determination. Loka samasta sukhino bhavantu. Nanni, Jai Hind. രണ്ടോളം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആലപ്പുഴ ബൈപ്പാസ് നാടിന് സമർപ്പിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്നാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. വീഡിയോ കോൺഫറൻസ് വഴിയായിരുന്നു ചടങ്ങുകളൊക്കെ നടന്നത്. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും വിശദാംശങ്ങളുമായി മനീഷ് മഹിപാൽ ചേരുന്നുണ്ട്. മനീഷ്, അങ്ങനെ ബൈപ്പാസ് നാടിന് സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ചടങ്ങുകളൊക്കെയും ഇപ്പോഴും പുരോഗമിക്കുകയാണോ? മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും ചേർന്നാണ് ഔദ്യോഗികമായി നാടിന് സമർപ്പിക്കപ്പെട്ടത് ബൈപ്പാസ്. അതിനെ തുടർന്ന് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ അവിടെ നിന്നും നൽകാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ എന്താണ്? പ്രിയ, അതായത് ഔദ്യോഗികമായി ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ കേന്ദ്ര പൊതുമരാമത്ത് മന്ത്രി നിതിൻ ഗഡ്കരിയും ഔദ്യോഗികമായി ആലപ്പുഴ ബൈപ്പാസ് നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി നാട മുറിച്ചുകൊണ്ടാണ് ഇത് സാങ്കേതികമായി ആലപ്പുഴക്കാർക്ക് വേണ്ടിയിട്ട് അവരെ ഏറെ നാളത്തെ അരനൂറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ആലപ്പുഴ ബൈപ്പാസ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ലോകത്തിന് നെറുകയിൽ ആലപ്പുഴ ഇനി അറിയാൻ പോകുന്നത് ആലപ്പുഴ ബൈപ്പാസിന്റെ പേരിലായിരിക്കും. അവിടെയാണ് നാട മുറിച്ചുകൊണ്ടാണ് 6.8 കിലോമീറ്റർ ദൂരം വരുന്ന ആലപ്പുഴ ബൈപ്പാസ് ജനങ്ങൾക്കും യാത്രക്കാർക്കും വേണ്ടി തുറന്നു കൊടുക്കുന്നത്. ജി സുധാകരനായിരിക്കും ഇവിടെ ഈ നാട മുറിക്കുന്നത്. ഈ നാട മുറിച്ച് 6.8 കിലോമീറ്റർ കടന്ന് ഈ കളറോട് ജംഗ്ഷനിൽ നിന്നും കൊമ്മാടി ജംഗ്ഷനിലേക്ക് എത്തിയ ശേഷം അവിടെ പ്രാദേശികമായി ആ കൊമ്മാടി ജംഗ്ഷന്റെ വികസനം ഉദ്ഘാടനം ചെയ്യുന്നത് മന്ത്രി തോമസ് ഐസക് ആയിരിക്കും. തിരികെ ഇവിടെ തന്നെ എത്തി കളറോട് ജംഗ്ഷന്റെ പ്രാദേശികമായിട്ടുള്ള വികസന പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി ജി സുധാകരൻ നിർവഹിക്കും. അത്തരത്തിൽ നാടിൽ വലിയ ഉത്സവ പ്രതീതി നൽകിക്കൊണ്ടുള്ള വലിയ ഉത്സവ ആരവങ്ങളാണ് കളർകോട് ജംഗ്ഷനിൽ നടക്കുന്നത്. എല്ലാവരും ഈ നാട് കാതോർത്ത ഒരനൂറ്റാണ്ട് കാത്തിരുന്ന വലിയൊരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജനങ്ങളാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. ആലപ്പുഴയുടെ വിനോദസഞ്ചാര മേഖലയ്ക്കും ആലപ്പുഴയിലെ എല്ലാ സാധാരണക്കാർ ജനങ്ങൾക്കും വളരെ ഉപകാരപ്പെടുന്ന അതുപോലെ തന്നെ സാധാരണക്കാരന്റെ സ്വപ്നമായിരുന്ന ആലപ്പുഴ ബൈപ്പാസിന് വേണ്ടി കാത്തിരുന്ന ജനങ്ങൾക്ക് ഇതാ ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ നാട മുറിച്ചുകൊണ്ടാണ് ആലപ്പുഴ ബൈപ്പാസിലേക്ക് കടത്തിവിടുന്നത്. ഇതിൽ 1.25 കിലോമീറ്ററോളം ആലപ്പുഴ സ്ലിപ്പ് റോഡാണുള്ളത്. ആ സ്ലിപ്പ് റോഡിന് ശേഷമാണ് ആലപ്പുഴ ബൈപ്പാസിലേക്ക് കടക്കുന്നത്. ഈ ബൈപ്പാസിന് ശേഷം കൊമ്മാടി ഭാഗത്തും 1.25 കിലോമീറ്റർ സ്ലിപ്പ് റോഡുകൾ ഉണ്ടാകും. അത്തരത്തിൽ ഈ കടൽ തീരത്തു കൂടിയുള്ള ആലപ്പുഴ ബീച്ചിൽ കൂടിയുള്ള എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു എലിവേറ്റഡ് ഹൈവേ വേറെ എവിടെയും ഉണ്ടാവില്ല. അത്തരത്തിൽ
അത് നാടമുറിച്ചുകൊണ്ട് ആലപ്പുഴ ബൈപ്പാസ് ജനങ്ങൾക്കും യാത്രക്കാർക്കും വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ്. ആലപ്പുഴ ബൈപ്പാസിലൂടെ കടൽക്കരയിലൂടെ മേൽപ്പാലത്തിൽ കൂടെ ഒരു തവണ ആദ്യമായി വാഹനം ഓടിച്ചു പോകാനും നടന്നു പോകുവാനും വേണ്ടി ജനങ്ങളെല്ലാവരും ഇപ്പോൾ നാടമുറിച്ച് അതിൻ്റെ പുറകെ പോവുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാടമുറിച്ചു ജനങ്ങളെല്ലാവരും ആലപ്പുഴ കളർകോട് ജംഗ്ഷനിൽ നിന്നും കൊമ്മാടിയിലേക്ക് 6.8 കിലോമീറ്റർ വരുന്ന ഈ മേൽപ്പാലത്തിൽ കൂടെ എലിവേറ്റഡ് ഹൈവേ വഴി കൊമ്മാടി ജംഗ്ഷനിലേക്കാണ് എല്ലാവരും പോകുന്നത്. പ്രിയ. ശരി മനീഷ്, തുടരുക. എന്തായാലും ആലപ്പുഴ ബൈപ്പാസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം നാടമുറിച്ച് പാലം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അതിന്റെ ആകാശ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ജനപ്രവാഹമാണ് അവിടെ ഉള്ളത്. അതുവഴി സഞ്ചരിക്കാൻ, ആ പാലത്തിന്റെ കാഴ്ച കാണാനായി നിരവധി ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. മനീഷ് ചേരുന്നുണ്ട്. മനീഷ്, വലിയ രീതിയിലുള്ള ജനപ്രവാഹമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ആകാശ ദൃശ്യമാണ് നമ്മളിപ്പോൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ജനങ്ങൾ, നിരവധി ആളുകൾ അവിടേക്ക് ഇന്നലെ രാത്രി മുതൽ തന്നെ വലിയ തിരക്കാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ അതിനുപരി അതിനേക്കാൾ കൂടുതൽ ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തുന്ന സ്ഥിതിയാണോ ഉള്ളത്? പ്രിയ, മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടന വേദിയിൽ പറഞ്ഞ കാര്യം പോലെ പുതിയ കാലത്ത് പുതിയ നിർമ്മാണ രീതികളാണ് സർക്കാർ ആവിഷ്കരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ ഏറെ നാളായി തന്നെ ആലപ്പുഴ വഴി എറണാകുളം അല്ലെങ്കിൽ വടക്കൻ മേഖലകളിലേക്ക് പോകുന്ന യാത്രക്കാരെ ഏറെ ദുരിതത്തിലാഴ്ത്തിയിരുന്ന ഒരു സംഭവമായിരുന്നു ആലപ്പുഴയിലെ ഏറി വന്ന ഗതാഗത കുരുക്ക്. ഇത് ആലപ്പുഴ കളർകോട് ജംഗ്ഷനിൽ നിന്നും കൊമ്മാടിയിലേക്ക് എത്താൻ ഏകദേശം അരമണിക്കൂറോളം സമയം വേണ്ടി വന്നിരുന്നത്. ഇനി ഏതാനും 4.5 മിനിറ്റ് കൊണ്ട് മാത്രം നമുക്ക് ആലപ്പുഴ കളർകോട് ജംഗ്ഷനിൽ നിന്നും കൊമ്മാടിയിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കും. അത് ആലപ്പുഴക്കാരുടെ മാത്രമല്ല, ആലപ്പുഴയിലേക്ക് എത്തുന്ന, കേരളത്തിലേക്ക് എത്തുന്ന വിനോദസഞ്ചാര മേഖലകളേക്കും അതുപോലെ തന്നെ ആലപ്പുഴയുടെ പ്രശസ്തി ലോകത്തിന്റെ നെറുകയിലെത്തിക്കുന്നതുമാണ് ആലപ്പുഴ ബൈപ്പാസ്. തിരുവനന്തപുരം ഭാഗത്തു നിന്നും ഇനി എറണാകുളത്തേക്കും വടക്കൻ മേഖലയിലേക്കും പോകുന്നവർക്ക് ഈ കളർകോട് ജംഗ്ഷനിൽ നിന്നും ഏതാനും 4.5 മിനിറ്റ് കൊണ്ട് മാത്രം കടക്കാൻ സാധിക്കുമെന്നതും കടൽ തീരത്തുകൂടി 6.8 കിലോമീറ്റർ നീളത്തിൽ ഒരു മേൽപ്പാലത്തിൽ കൂടി കടന്നു പോകുമെന്നാണ് ഈ ആലപ്പുഴ ബൈപ്പാസിന്റെ സവിശേഷത. അതുകൊണ്ട് തന്നെ ഇത് നാടിന്റെ ഉത്സവമാണ്. ആലപ്പുഴ ബൈപ്പാസ് ജനുവരി 28-ന് തുറന്നു കൊടുക്കുമെന്ന പ്രഖ്യാപനം പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ പ്രഖ്യാപിച്ച വേളയിൽ തന്നെ ആലപ്പുഴ ജില്ലയിലാകെ തന്നെ ഉത്സവ രാവുകളായിരുന്നു. അവർ കാത്തിരുന്ന ദിവസമാണ്. അവരുടെ ആഗ്രഹങ്ങളെല്ലാം പൂവണിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ആലപ്പുഴക്കാർ. ഇത് ഒരു സാധാരണക്കാരന്റെ ഉത്സവം കൂടിയാണ്. കാരണം ദൈനംദിനം ജോലികൾക്കും മറ്റുമായി ഏറെ നേരം ഗതാഗത കുരുക്കിൽ അനുഭവപ്പെടുന്ന മലയാളികളെ നമ്മളെല്ലാവരും കാണുന്നതാണ്. അവർക്കെല്ലാം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ വലിയ ഏകദേശം 12 കിലോമീറ്ററോളം കറങ്ങിപ്പോകേണ്ട ഒരു ഭാഗം 7 കിലോമീറ്ററിൽ താഴെയാക്കി അവർക്ക് വലിയ പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്താണെങ്കിലും വലിയ രീതിയിലേക്കുള്ള ആളുകളാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. ഈ നാടമുറിച്ച ശേഷമാണ് ഈ ആലപ്പുഴ ബൈപ്പാസിലേക്ക് കടന്നു പോകുന്നത്. ശരി, അരനൂറ്റാണ്ടോളം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആലപ്പുഴ ബൈപ്പാസ് നാടിന് സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്നാണ് ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം വീഡിയോ കോൺഫറൻസ് വഴി നടത്തിയത്. ഇപ്പോൾ നാടമുറിച്ച് പാലം ഉദ്ഘാടനവും ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതുവഴിയുള്ള സഞ്ചാരം വാഹന കടക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി ആളുകളാണ് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു നിമിഷത്തിനായി ആലപ്പുഴ അരനൂറ്റാണ്ടോളം കാത്തിരുന്ന നിമിഷം അതാണ് ഇപ്പോൾ സാധ്യമായിരിക്കുന്നത്, യാഥാർത്ഥ്യമായിരിക്കുന്നത്. 5 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പ് ഇന്ന് തന്നെ പറയാൻ സാധിക്കും. നിരവധി വർഷം അവർ ഇതിനായി കാത്തിരുന്നു. ഇപ്പോൾ ഔദ്യോഗികമായി ആലപ്പുഴ ബൈപ്പാസ് നാടിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുവഴി ഗതാഗതം ആരംഭിച്ചിരിക്കുന്നു. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതായത് ആകാശ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ആലപ്പുഴ ബൈപ്പാസിൽ, ഭംഗിയുള്ള ആലപ്പുഴ ബൈപ്പാസ്, അതിൻ്റെ മുകളിലൂടെ ആ പാതയിലൂടെ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ ആണ് കാണുന്നത്.